ഇന്ന് നമ്മുടെ ഓണം സീരീസ് നമ്പർ 2 ആണേ. അപ്പോൾ ഓണം സദ്യയുടെ അടുത്തായിട്ട് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പുളിയിഞ്ചി അഥവാ ഇഞ്ചിപ്പുളിയാണ്. അതിനായിട്ട് ഞാൻ വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ അതിലോട്ടൊരു 2-3-4 പച്ചമുളക് കൂടെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 2 തണ്ട് കറിവേപ്പില കൂടെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പുളിയിഞ്ചിയുടെ മെയിൻ ഐറ്റമായിട്ടുള്ള പുളി ഞാനൊരു 2-3-4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തതിന് ശേഷം ഇതുപോലെ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടാകുമ്പോൾ നമ്മൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകും വറ്റൽമുളക് കറിവേപ്പില ഉലുവയും കൂടെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മളിവിടെ കടുക് പൊട്ടിക്കുക എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അതേമാതിരി നമ്മൾ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. അതായത് നന്നായി ക്രിസ്പി ആക്കിയിട്ടെടുക്കുക. അപ്പോൾ അത് നന്നായി ക്രിസ്പി ആയി വരുമ്പോൾ നല്ല അടിപൊളി ഒരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ അതേമാതിരി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പുളി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ്. അതാണ് കേട്ടോ ഇതിന് ഇത്രത്തോളം കളറ്. അപ്പോൾ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല കറുത്ത പുളി കൊണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുകൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു പിഞ്ചൊക്കെ മതി, പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ പുളിയിഞ്ചിക്ക് എത്രത്തോളം മധുരം വേണോ അത്രത്തോളം ശർക്കര ഉരുക്കി അരിച്ചെടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പുളിയിഞ്ചിക്ക് നല്ല മധുരം വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ശർക്കര പാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കുറുകി വരണ വരെ ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കി നന്നായി ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ നന്നായി ബബിളൊക്കെ വന്ന് ഏകദേശം കുറുകി വരുമ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പുളിയിഞ്ചി ഏകദേശമൊക്കെ കുറുകി ഈ ഒരു പാകമായി. അപ്പോൾ ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്യാണ് കേട്ടോ. പുളിയിഞ്ചി ഇരിക്കും തോറും നമുക്ക് കുറുകി വരും. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ തലേദിവസമൊക്കെ പുളിയിഞ്ചി ഇതേമാതിരി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഓണത്തിൻ്റെ അന്ന് നമ്മുടെ ഇലയിൽ വിളമ്പുമ്പോഴേക്കും സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണം സീരീസ് നമ്പർ 2 ആയിട്ടുള്ള പുളിയിഞ്ചി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.